നമ്മൾ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ, അവയുടെ ഫضل മനസ്സിലാക്കുക എന്നുള്ളത്, അത് ആ അമൽ ചെയ്യാൻ നമുക്ക് വലിയ പ്രോത്സാഹനമാകും. അത് ആ അമൽ ചെയ്യാനുള്ള പ്രേരണയായിരിക്കും. ഇന്ന് നമ്മൾ പലരും പല ഇബാദത്തുകളിലും പിന്നിലേക്ക് മാറാനുള്ള കാരണം ഇത്തരം ഫضലിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ ചെയ്യുന്ന നമസ്കാരത്തിന്റെ, നോമ്പിന്റെ, സുന്നത്തായിട്ടുള്ള പല അമലുകളുടെയും മഹത്വം, അള്ളാഹുവിന്റെ മുമ്പിൽ അതിന്റെ സ്ഥാനം അതറിയാത്തത് കൊണ്ടാണ്. അത് ഇടക്കിടക്ക് ഓർമ്മ പുതുക്കണം. അല്ലെ, ചിലപ്പോ നമ്മൾ അറിയുന്നുണ്ടാകും, പക്ഷെ ഓർമ്മയുണ്ടാവുകയില്ല. ഇപ്പൊ ഒരു ഹദീസ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 100 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയാല് അതിന്റെ പ്രതിഫലം എന്തൊക്കെയാണ്? 5 കാര്യങ്ങൾ വിശ്വാസം പറഞ്ഞു. അതിലൊന്ന് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. 10 അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ ചെലവ്? പണ്ഡിതന്മാർ പറയുന്നത് ഏകദേശം, അടിമത്തം ലോകത്ത് ഇല്ലാതായത് അടുത്ത കാലത്താണ്, നിരോധിക്കപ്പെടുന്ന കാലത്ത് ഏകദേശം നമ്മുടെ നാട്ടിലൊരു കണക്ക് പ്രകാരം 2.5 ലക്ഷം രൂപ. പക്ഷെ 20-30 വർഷം മുമ്പ് വരെ ലോകത്ത് അപൂർവമായി അടിമത്തം ഉണ്ടായിരുന്നു. ആ കാലത്ത് 2.5 ലക്ഷം രൂപ നമ്മുടെ നാട്ടിലെ തുക ഒരടിമക്ക് ഉണ്ടായിരുന്നു ഏകദേശം. അപ്പൊ കാഴ്ചക്ക് 10 അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാല് ഏകദേശം 25 ലക്ഷം രൂപ സ്വതക്ക ചെയ്ത പോലെയാണ് 10 അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞത്. അതിന് നമുക്ക് എന്താ ചെലവ്? 10 മിനിറ്റ് വേണ്ട, 100 പ്രാവശ്യം ദിക്ർ ചൊല്ലാൻ. ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വലിയ നഷ്ടമാണ് നമ്മൾ വരുത്തുന്നത്. അതുകൊണ്ടാണ് ചില ഉലമാക്കള് ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞത്, ഈ ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവായാലും അത് നഷ്ടമല്ല. കാരണം ദിവസവും 25 ലക്ഷം. അപ്പൊ നമ്മൾ ആയുസിൽ എത്ര കോടികൾ സ്വതക്ക ചെയ്ത പ്രതിഫലമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി കുറച്ച് ലക്ഷങ്ങൾ ചെലവാക്കിയാൽ നഷ്ടമില്ല. ഈ ഹദീസ് നമ്മളൊക്കെ കേട്ടവരായിരിക്കും, പക്ഷെ അത് നമ്മൾ മറക്കും. മനുഷ്യനാണ്, മറക്കും. ഹദീസിൽ വന്നാണ്, മനുഷ്യന്റെ പ്രകൃതമാണ്, ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ മറക്കുന്നത് പോലെ ഞാനും മറക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ മനുഷ്യൻ മറക്കും. അതുകൊണ്ട് ഇത്തരം ഹദീസുകൾ ആവർത്തിച്ച് വായിച്ചാൽ നമുക്ക് ഓർമ്മ വരും. കുറച്ചു ദിവസം നമുക്ക് അത് ചെയ്യാനൊരു ഉന്മേഷം ഉണ്ടാകും. പിന്നെയും നമ്മൾ മറക്കും, പിന്നെയും നമ്മൾ വായിക്കണം. ഈ അധ്യായത്തില് കിതാബുൽ ഫളായിൽ എന്ന് പറയുന്ന ഈ അധ്യായങ്ങളിൽ നബി റഹിമഹുല്ലാഹ് 300ഓളം ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്, പല പല അമലുകളെ കുറിച്ച്. അപ്പൊ അത് കേൾക്കുന്നത് നമുക്ക് വലിയ ഉപകാരമുണ്ടാവും. ബാങ്കിനെ കുറിച്ച്, ബാങ്കിന്റെ ഫള്, ജമാഅത്ത് നമസ്കാരം, ഖിയാമുൽ ലൈൽ, സുന്നത്ത് നോമ്പ്, ഇങ്ങനെ നമ്മൾ വിളിച്ചു വരുത്തുന്ന പല അമലുകളെ കുറിച്ചും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സ്വഹീഹായ ഹദീസുകൾ, അതിന്റെ ഫളലിനെ കുറിച്ച് വന്നിട്ടുള്ള ദിവസം 100 പ്രാവശ്യം സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.